സോ കീം 2025 സ്റ്റുഡൻസിൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് നോക്കുക. പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ 5ാം റാങ്ക് കിട്ടിയ ആൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 1ാം റാങ്കാണ്. അത് മനസ്സിലാക്കുക. നേരത്തെ 5ാം റാങ്കുള്ള ഒരാൾക്ക് ഇപ്പോൾ 1ാം റാങ്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പം സ്റ്റേറ്റ് സ്റ്റുഡൻസിന് കുറച്ച് പുറകിലേക്ക് റാങ്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നിങ്ങൾ CBSE കുട്ടികളായിക്കോട്ടെ, അതേപോലെ നിങ്ങൾ ICSE ആയിക്കോട്ടെ, നിങ്ങൾ ഫൈറ്റ് ചെയ്തിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് സെക്ഷനിൽ 2-3 ദിവസം ഭയങ്കര തെറിവിളിയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഒരാൾ സ്റ്റേറ്റിനെ കുറ്റം പറഞ്ഞ ഒരാൾ CBSE. അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കണം. ഓക്കെ, ഇത് സിസ്റ്റമാണ്. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്. നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു. നിങ്ങളല്ല, അതിപ്പോൾ ഞാൻ പറയാം, സ്റ്റേറ്റിലെ കുട്ടികളല്ല സിസ്റ്റം ഉണ്ടാക്കിയത്, CBSE. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ കാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരികയാണ് +2. അപ്പോൾ നമുക്ക് ഇനി വരും ഇയറിലേക്കെങ്കിലും നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം ഇപ്പോൾ കുട്ടികളെല്ലാം എനിക്ക് മനസ്സിലാവും, എല്ലാവരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കാം. പക്ഷേ ഞാനും പണ്ടൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇത് 2021 മുതലായിരുന്നു ഒരു പ്രശ്നം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യുകയാണ്, നമ്മൾ നെക്സ്റ്റ് ഇയർ എങ്കിലും കീമിൻ്റെ മാർക്ക് മാത്രം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതാകുമ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എൻട്രൻസിന് പഠിക്കണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്ഷനില്ല. അപ്പം ഇപ്പോൾ കറൻറ്റ്ലി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകൂടി പറയാണ്, CBSE സ്റ്റേറ്റും ഫൈറ്റ് ചെയ്യരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. റാങ്ക് ലിസ്റ്റ് വന്നു. അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടനെ ഇടയിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷനും അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു മാസം അല്ലെങ്കിൽ വരുന്ന ഓഗസ്റ്റ് അവസാനത്തോടെ തന്നെ നിങ്ങൾ കോളേജിലോട്ട് പ്രവേശിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ റാങ്ക് വന്നു, നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടും അല്ലെങ്കിൽ കോളേജ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജ് പ്രഡിക്ടർ കാണിച്ചു തരാം. ഇത് കാണുക കേട്ടോ. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോളേജ് പ്രഡിക്ടറിൻ്റെ കോളേജ് ദോസ്തിൻ്റെ കോളേജ് പ്രഡിക്ടറിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തതിന് നിങ്ങളുടെ റാങ്കും അതേപോലെ തന്നെ കാറ്റഗറി അടിച്ച് കഴിഞ്ഞാൽ ഏത് കോളേജാണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുക എന്ന് കാണും. അത് വെച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാം തന്നെ നിങ്ങൾക്ക് PDF വൈസ് നോക്കാം. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, PDF വൈസ് നോക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നോക്കാം കേട്ടോ.